ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെയും സെക്കൻഡ് ഡെറിവേറ്റീവിന്റെയും ഇൻ ജനറൽ nth ഡെറിവേറ്റീവിന്റെയും ട്രാൻസ്ഫോംസ് കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു. അതുപോലെ ഈ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിലും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിലും ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെയും സെക്കൻഡ് ഡെറിവേറ്റീവിന്റെയും റിസൾട്ടുകൾ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ റിസൾട്ട് ആണ്, അത് വേണം നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് പ്രൂവ് ചെയ്യാൻ. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് വാലിഡ് ആവുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, എബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആയിരിക്കണം. എബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ മോഡ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആയിരിക്കണം. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എഫക്റ്റിന്റെ ഡെറിവേറ്റീവായ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആവണം. പൂർണ്ണമായും കണ്ടിന്യൂസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, പീസ് വൈസ് എങ്കിലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണ്ടിന്യൂസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. കൂടാതെ പ്രധാനമായി സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ടെൻഡിങ് ടു 0 ആയിരിക്കണം ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ലാർജ് ആകുമ്പം വെരി വെരി ലാർജ് ആകുമ്പം ഫംഗ്ഷന്റെ വാല്യൂ വെരി വെരി സ്മോൾ ആയിരിക്കണം, അത് 0യിലേക്ക് പോകണം. ഇത്രയും വ്യവസ്ഥകൾ പാലിക്കുന്നതായ ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല W ഇൻറ്റു ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് എഫ് എസ് ഓഫ് എഫ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. അതേപോലെ അതേ എഫ് ഡാഷിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നെഗറ്റീവ് W ഇൻറ്റു ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് എന്നതാണ് ഫോർമുല. അപ്പോൾ എഫ് ഡാഷിന്റെ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ എഫിന്റെ സൈൻ ട്രാൻസ്ഫോം അറിയണം. എഫ് ഡാഷിന്റെ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ എഫിന്റെ കൊസൈൻ ട്രാൻസ്ഫോം അറിയണം. അപ്പൊ ആദ്യം നമുക്ക് ഈ രണ്ട് ഫോർമുലയും ഡിറൈവ് ചെയ്യാം. രണ്ടിന്റെ ഡെറിവേഷൻ ഒരുപോലെയേ ഉള്ളൂ. ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സിമ്പിൾ ആണ് ഡെറിവേഷൻ. എഫ് സി ഓഫ് എഫ് ഡാഷ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് is equal to formula square root of 2/π integral 0 to infinity ഏത് ഫംഗ്ഷന്റെ ട്രാൻസ്ഫോം ആണോ വേണ്ടത് ആ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. ഇവിടെ എഫ് ഡാഷ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു കൊസൈൻ ട്രാൻസ്ഫോം അല്ലേ, അപ്പോൾ കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇതൊന്ന് തിരിച്ചെഴുതണം. കോസ് ഡബ്ല്യു എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കണം ഇൻറ്റു എഫ് ഡാഷ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ യൂഷ്വൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഒരു തവണ യൂഷ്വൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ. എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് യൂഷ്വൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ല, നമ്മളുടെ എളുപ്പ വഴിയല്ല, ഷോർട്ട് കട്ട് ഫോം അല്ല. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് കോസ് ഡബ്ല്യു എക്സിന്റെ ഡെറിവേറ്റീവ്, കോസിന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ചെയിൻ റൂൾ വെച്ച് ഡബ്ല്യു എക്സിന്റെ ഡെറിവേറ്റീവ് ഡബ്ല്യു ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആകുമ്പം ഈ മൈനസിന് പുറകിലുള്ള ഭാഗത്ത് ഇന്റഗ്രേഷൻ കഴിഞ്ഞതാ, അവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to ഇൻഫിനിറ്റി. ഇവിടെ ഇനി ഇന്റഗ്രേഷൻ വീണ്ടും ചെയ്യാനുണ്ട്, അത് ലിമിറ്റ് ഇന്റഗ്രേഷനിൽ എഴുതുക, ഇന്റഗ്രലിൽ എഴുതുക 0 to ഇൻഫിനിറ്റി. എന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ആ ടൈം ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇതിലേക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ എഫ് ഓഫ് ഇൻഫിനിറ്റി എന്ന് വരും. നമുക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നു എഫ് എക്സ് ടെൻഡിങ് ടു 0 ആണ് ആ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എക്സ് ഇൻഫിനിറ്റി ആകുമ്പം എഫ് എക്സ് 0 ആണ്. ആയതുകൊണ്ട് ഇത് 0 ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് എന്നാകും. അല്ലെങ്കിൽ കോസിന്റെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയ്ക്ക്, എക്സിന്റെ വാല്യൂ എത്ര ലാർജ് ആയാലും കൊസൈൻ ഫംഗ്ഷന്റെ വാല്യൂ -1നും 1നും ഇടയ്ക്ക്. അപ്പോൾ -1നും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ബൗണ്ടഡ് ആണ്. ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ അത് 0 ആണ്. അപ്പർ ലിമിറ്റ് 0 മൈനസ് ലോഗ് കൊടുക്കുമ്പോൾ കോസ് 0 എന്നുള്ളത് 1 ആവും ഇൻറ്റു എഫ് ഓഫ് 0 എന്ന് വരും. അങ്ങനെ എഫ് ഓഫ് 0യുടെ ഒരു ടൈം ഉണ്ടാവും.
ഇവിടെ ഈ മൈനസും അകത്ത് വീണ്ടും ഒരു മൈനസ് ഉണ്ട്, അത് പ്ലസ് ആകും. ഡബ്ല്യു പുറത്തേക്ക് എടുക്കാം. ഡബ്ല്യു ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ആദ്യം എഴുതാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നും അപ്ലൈ ചെയ്യാനില്ല, കഴിഞ്ഞു. ഇനി നമ്മുടെ നോട്ടേഷൻസിലേക്ക് ഇനി ഒന്ന് മാറ്റിയാൽ മതി. റൂട്ട് ഓഫ് 2/π അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. റൂട്ട് ഓഫ് 2/π എഫ് ഓഫ് 0യിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്, പുറത്ത് മൈനസ് ആണ്. സോ നെഗറ്റീവ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. അടുത്ത രണ്ടാമത്തെ ടൈമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണ്, പ്ലസ് ഡബ്ല്യു ഇൻറ്റു, ഡബ്ല്യു ആദ്യം എഴുതുകയാണ്, ഡബ്ല്യു ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. എന്താണിത്? ഈ ഭാഗം ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതൊരു സൈൻ ട്രാൻസ്ഫോം ആണ് അല്ലേ? ആരുടെ? എഫിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. പുറത്ത് റൂട്ട് ഓഫ് 2/π ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എഫിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് ഡബ്ല്യു ഇൻറ്റു എഫ് സഫിക്സ് എസ് ഓഫ് എഫ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്. സോ ദിസ് ഇംപ്ലൈസ് എന്താണ്? എഫ് സഫിക്സ് സി ഓഫ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് പോസിറ്റീവ് ടൈം നമുക്ക് ആദ്യം എഴുതാം, ഡബ്ല്യു ഇൻറ്റു എഫ് സഫിക്സ് എസ് ഓഫ് എഫ് മൈനസ് എഫ് എന്നാൽ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. ഇതായിരുന്നു ഫസ്റ്റ് റിസൾട്ട്. അപ്പോൾ എഫ് ഡാഷിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണുന്നതിനുള്ള റൂള് ഫോർമുല ഡിറൈവ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് എഫ് ഡാഷിന്റെ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എഫ് എസ് ഓഫ് എഫ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, എഫ് അല്ല എഫ് ഡാഷ്, ഡെറിവേറ്റീവിന്റെ ആണല്ലോ, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഫോർമുല റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഡാഷിന്റെ ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ട്രാൻസ്ഫോം ആണ്, സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. ഒന്ന് തിരിച്ചെഴുതിയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ യൂഷ്വൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒരു തവണ അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സൈൻ ഡബ്ല്യു എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ഡബ്ല്യു എക്സ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രലിലെ ലിമിറ്റ് എഴുതുക 0 ടു ഇൻഫിനിറ്റി. ഫസ്റ്റ് പാർട്ടിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 ടു ഇൻഫിനിറ്റി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മുമ്പത്തെ പോലെ ഇവിടെ എഫ് ഓഫ് ഇൻഫിനിറ്റി വരും, അത് 0 ആണ്, മൈനസ് 0 കൊടുക്കുമ്പോൾ സൈൻ 0 എന്ന് വരും, അതും 0 ആണ്. ഇപ്പൊ രണ്ടും 0. അപ്പർ ലിമിറ്റിൽ ലോവർ ലിമിറ്റിൽ അത് 0 ആയിപ്പോയി. മൈനസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, അകത്തുള്ള ഡബ്ല്യു പുറത്തേക്ക് എഴുതാം, ഡബ്ല്യു ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ബാക്കി തിരിച്ചെഴുതാം എഫ് ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഈ പുറത്തുള്ള റൂട്ട് ഓഫ് 2/π അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെല്ലാം പോയി, 0 ആയി പോയി, മൈനസ് ആണ്, നെഗറ്റീവ് ഡബ്ല്യു ഇങ്ങനെ ആദ്യം എഴുതാം, നെഗറ്റീവ് ഡബ്ല്യു ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ്. ഇതെന്താണ്? റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് എന്നാണ്. അപ്പോൾ ഇത് കൊസൈൻ ട്രാൻസ്ഫോം ആണ്. അതിന്റെ കോസ് ഡബ്ല്യു എക്സിന്റെ പിറകിൽ വന്നേക്കുന്ന എഫ് എക്സ് എന്നാണ്. സോ എഫ് എക്സിന്റെ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു എഫ് സഫിക്സ് എസ്, എഫ് സഫിക്സ് സി കൊസൈൻ ട്രാൻസ്ഫോം ആണ്, എഫ് സഫിക്സ് സി ഓഫ് സ്മോൾ എഫ്. ദസ്
എന്ത് കിട്ടി? ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് is equal to negative w into Fourier cosine transform of f. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഡിറൈവ് ചെയ്തു. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ റിസൾട്ടിലേക്ക് പോകാം. എഫ് ഡാഷിന്റെ ഫോറിയർ സൈൻ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഇതാണല്ലോ. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. ഇതിനകത്ത് ഞാൻ ഈ ഇക്വേഷൻ 1-നകത്തിൽ എഫിന് പകരം എഫ് ഡാഷ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. എഫിന്റെ സ്ഥാനത്ത് എഫ് ഡാഷ് എന്ന് കൊടുക്കുന്നു. അപ്പൊ എഫ് ഡാഷിന്റെ സ്ഥാനത്ത് എഫ് ഡബിൾ ഡാഷ് ആകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: റീപ്ലേസിങ് എഫ് ബൈ എഫ് ഡാഷ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1-ലെ ഇക്വേഷനകത്ത് എഫ് ഡാഷിന് പകരം എഫിന് പകരം എഫ് ഡാഷ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡ്, ഈ ലെഫ്റ്റ് സൈഡ് എഫ് സഫിക്സ് സി ഓഫ് എഫ് ഡാഷ് ദ ഹോൾ ഡാഷ് എന്നാകും, എന്നുവെച്ചാൽ എഫ് ഡബിൾ ഡാഷ്. എഫിന് പകരം എഫ് ഡാഷ് കൊടുക്കുക. അപ്പൊ ഇത് എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് എന്നാകും, എന്നുവെച്ചാൽ എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് w ഇൻറ്റു എഫ് സഫിക്സ് എസ് ഓഫ് എഫ് ഡാഷ് മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 എന്നാകും. അപ്പോൾ ഇതിലേക്ക് വീണ്ടും റൈറ്റ് സൈഡിൽ എഫ് എസ് ഓഫ് എഫ് ഡാഷ് വന്നില്ലേ, അവിടെ നമുക്ക് ഇക്വേഷൻ 2 അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എഫ് ഡാഷിന്റെ എഫ് എസ് കാണാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുല റൈറ്റ് സൈഡിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യുന്നു. എഫ് എസ് ഓഫ് എഫ് ഡാഷിന് പകരം മൈനസ് ഡബ്ല്യു എഫ് സി ഓഫ് എഫ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് this is equal to w into fs of f dash എന്നതിന് പകരം w into minus w fc of f. സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്, ഇക്വേഷൻ 2 ഉപയോഗിച്ചുകൊണ്ട് ഇതിന് പകരം അതിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ വരുന്നു: മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. ദിസ് ഈസ് ഈക്വൽ ടു w ഇൻറ്റു മൈനസ് w എന്നുള്ളത് മൈനസ് w സ്ക്വയർ എന്നാകും. മൈനസ് w സ്ക്വയർ എഫ് സി ഓഫ് എഫ് മൈനസ് റൂട്ട് ഓഫ് 2/π എഫ് ഡാഷ് ഓഫ് 0. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയായി എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷ് അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് is equal to negative w square into f c of f minus root of 2/π into f dash of 0. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുല. എഫ് ഡബിൾ ഡാഷിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാൻ എഫിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം തന്നെ അറിഞ്ഞാൽ മതി. ഇത് ത്രൂ ഔട്ട് കൊസൈൻ ട്രാൻസ്ഫോം ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് 0 വേണം. എഫ് എന്ന ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ അറിയാമല്ലോ. എന്നിട്ട് അതിൽ എക്സിന് പകരം 0 ഇട്ട് കൊടുത്ത് നമുക്ക് എഫ് ഡാഷ് 0 കാണാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, എഫ് ഡബിൾ ഡാഷിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഇതുപോലെ നമുക്ക് എഫ് ഡബിൾ ഡാഷിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അതിനെ ഈ ഇക്വേഷൻ 2 ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. ഇക്വേഷൻ 2-ലേക്ക് എഫിന് പകരം എഫ് ഡാഷ് എന്ന് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസിങ് എഫ് ബൈ എഫ് ഡാഷ് ഇൻ ഇക്വേഷൻ 2. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എഫ് എസ് ഓഫ് എഫിന് പകരം എഫ് ഡാഷ് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ദ ഹോൾ ഡാഷ്, എഫ് ഡാഷിന്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എന്നാകും, ഇസ് ഈക്വൽ ടു നെഗറ്റീവ് w ഇൻറ്റു എഫ് സഫിക്സ് സി ഓഫ് എഫ് ഡാഷ്. ഈ എഫ് സഫിക്സ് സി ഓഫ് എഫ് ഡാഷ് കൊസൈൻ ട്രാൻസ്ഫോം എഫ് ഡാഷ് കാണാനാണ് നമുക്ക് ഇക്വേഷൻ 1 ഉള്ളത്. ആ ഇക്വേഷൻ 1 ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് w ഇൻറ്റു ഇക്വേഷൻ 1 അനുസരിച്ച് w ഇൻറ്റു എഫ് സഫിക്സ് എസ് ഓഫ് എഫ് മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. എഫ് ഡാഷിന്റെ കൊസൈൻ ട്രാൻസ്ഫോം ഇതാണ്, ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നതാണ്.
എന്നിട്ട് ഈ മൈനസ് ഡബ്ല്യു അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു മൈനസ് ഡബ്ല്യു സ്ക്വയർ എഫ് എസ് ഓഫ് എഫ്. അടുത്തത് മൈനസ് ഡബ്ല്യു ഇൻറ്റു മൈനസ് അത് പ്ലസ് ആകും, പ്ലസ് ഡബ്ല്യു ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഫോർ ദ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫോർമുലയായി എഫ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എഫ് എസ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു എഫ് എസ് ഓഫ് എഫ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. അപ്പൊ ഇതിൽ ത്രൂ ഔട്ട് സൈൻ ട്രാൻസ്ഫോം മാത്രമാണ് വരുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ ട്രാൻസ്ഫോം കാണാൻ എഫിന്റെ ഫംഗ്ഷന്റെ സൈൻ ട്രാൻസ്ഫോം അറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഇവിടെ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് 0 ആണ് ഇതിനകത്ത് പിന്നെ വേണ്ടത്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് എന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകുമല്ലോ, അതിലേക്ക് നമുക്ക് എക്സിന് 0 ഇട്ട് കൊടുത്ത് എഫ് ഓഫ് 0 കാണാം. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കിട്ടും. അപ്പോൾ ഈ 4 റിസൾട്ടുകൾ ഡിറൈവ് ചെയ്യാൻ അറിയുക. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ കൊസൈൻ ആൻഡ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോംസും അത് ഉപയോഗിച്ചുകൊണ്ട്, അത് വേണം സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ, അത് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ട്രാൻസ്ഫോംസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ 2 ട്രാൻസ്ഫോമും ആവശ്യമാണ്. രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഓരോ ട്രാൻസ്ഫോമും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്.